G7 സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തി. ഇന്നലെ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചു. ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശക്തമായ സാന്നിധ്യമായാണ് പ്രധാനമന്ത്രി G7-ൽ സംസാരിച്ചത്. ഇന്നലെയായിരുന്നു മാർപ്പാപ്പയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് ക്ഷണിച്ചു. നിർണായക നീക്കമായാണ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെ വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. G7 രാജ്യങ്ങളുടെ ഔട്ട്റീച്ച് സമ്മേളനത്തിനാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. G7-ൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശക്തമായ സാന്നിധ്യമാകാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. സങ്കീർണമായ പ്രതിസന്ധികൾ നേരിടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20 എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിക്ക് മുഖ്യ ഊന്നൽ നൽകുന്ന G7 സമ്മേളനത്തിൽ ഭാരതത്തിന്റെ ആ രംഗത്തെ നേട്ടങ്ങളും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. നിർമ്മിത ബുദ്ധി നയം പ്രഖ്യാപിച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഭാരതമെന്നും പ്രധാനമന്ത്രി G7 സമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലനി, UK പ്രധാനമന്ത്രി ഋഷി സുനക്, ജപ്പാൻ പ്രധാനമന്ത്രി ഫൂമിയോ കിഷിദ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി പദം മൂന്നാമതും ഏറ്റെടുത്ത ശേഷം ആദ്യത്തെ വിദേശയാത്ര ഏറെ വിജയകരമാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.